ഹായ് ഓൾ, വെൽക്കം ടു സ്പൈസ് ആൻഡ് ട്വിസ്റ്റി. ഇന്ന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യമായി വേണ്ടത് തലേദിവസം കുതിർത്ത് വെച്ച കടലയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1 കപ്പ് കടലയാണ്. ഇനി കുക്കറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിക്കുന്ന 1 കപ്പ് വെള്ളമാണ്. അടുത്തതായി 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ചതച്ചതും 5 വെളുത്തുള്ളി അല്ലി ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് സവാള അരിഞ്ഞതാണ്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കേണ്ടത് 1 തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ്. പിന്നെ 2 പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കും. വേവിക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് മൂടി വെച്ച് വേവിക്കാനായി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കടല വേവിക്കുന്നതിന് വേണ്ടി 4 വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത്. 4 വിസിൽ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 10-12 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും 4 വിസിൽ അടിച്ചു കഴിഞ്ഞ് തീരും. പിന്നെ പ്രഷർ കളയാൻ വേണ്ടി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് എയറിൻ്റെ പ്രഷർ പൊക്കി തന്നെ വിസിൽ പൊക്കി കളയുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് ലിഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ ക്യാമറ കുക്കറിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് തുറന്നു കഴിഞ്ഞപ്പോൾ ആവി ഡയറക്റ്റായി ക്യാമറയിലേക്ക് വന്നത്. ഓക്കെ, ആവി കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഞെക്കി നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് കടല. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 3-4 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ കറിയുടെ ടേസ്റ്റ് കൂടും. വെളുത്തുള്ളി വീണ്ടും യൂസ് ചെയ്യുന്നത്. അടുത്തായി ഇതിലേക്ക് വറ്റമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. വറ്റമുളകിൻ്റെ ആ ചുവപ്പ് ഇത് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എണ്ണയിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായി വഴറ്റിയെടുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒന്ന് 2 മിനിറ്റ് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി വീണ്ടും ഇളക്കി കൊടുക്കാം. കറിവേപ്പിലയും നമ്മുടെ ഉള്ളിയും നന്നായി വരണ്ടു വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി, അത് നമുക്ക് ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുകയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലിപ്പൊടിയോ മല്ലി ഇലയോ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് കൂടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതെല്ലാം ആ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. പൊടി കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടലയുടെ വെള്ളം കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ പൊടിയൊക്കെ ഒന്ന് നന്നായി ആ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊരു 1-2 മിനിറ്റ് നന്നായി ഇരുന്ന് തിളച്ചോട്ടെ. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കടലയിൽ നിന്ന് ഒരു 1/2 കപ്പ് കടല എടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പേസ്റ്റ് പരുവത്തിൽ ആക്കി എടുക്കേണ്ടതാണ്. ബാക്കിയുള്ള കടല പാനിൻ്റെ ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് കുറച്ച് നേരം ഇരുന്ന് തിളക്കട്ടെ. ഒരു 2-3 മിനിറ്റ് വരെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ കുക്ക് ചെയ്ത കടല മാറ്റി വെച്ചിരുന്നു. അത് ഫൈൻ പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ കടലക്കറിയുടെ ഗ്രേവി തിക്കാകാൻ സഹായിക്കും. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ കടലക്കറി ഒരു 2-3 മിനിറ്റ് നന്നായി ഇരുന്ന് തിളക്കട്ടെ.
ഞാൻ ടേസ്റ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുള്ളതായി തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇറ്റ്സ് റെഡി ഫോർ സെർവിങ്. താങ്ക് യു. ബൈ ഫോർ ടുഡേ.